നീ ഒന്ന് പിടിച്ചേ, എനിക്കൊരു കോള് വരും. പിടിക്ക. കോള് വരുന്നു പറഞ്ഞിട്ട്? ആ, അതൊക്കെ അതിന്റെ നേരത്തിന് വന്നോളൂ. നീ നടക്കും. അച്ഛോ മോനെ, അച്ഛനോടാ കളി. നീ എന്താ മോഹം വീർപ്പിച്ച് നടക്കുന്നേ? ഒന്നുമില്ല. ഈ നടപ്പ് എനിക്ക് അത്ര ഇഷ്ടമല്ല. നടക്കുന്നതും മാർക്കറ്റ് വരുന്നതും അത്ര മോശം കാര്യമായിട്ടൊന്നും കാണണ്ട. വെച്ചും വേവിച്ചും ഒക്കെ കഴിക്കുന്നത് ഇവിടുന്ന് കിട്ടുന്ന സാധനങ്ങളാ. എനിക്ക് മാർക്കറ്റിനോട് വെറുപ്പാണെന്ന് ആരാ പറഞ്ഞേ? മുഖം വീർപ്പിച്ച് നടക്കുന്നതിന്റെ അർത്ഥം പിന്നെന്താ? അപ്പൊ നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കരുത് കേട്ടല്ലോ. ഫാദർ. രംഗനാഥനോ? നിങ്ങളും മാർക്കറ്റിൽ പോയിരുന്നാണോ? അതെ ഫാദർ. ഞാൻ ഇവനെ എത്ര നിർബന്ധിച്ചാന്ന് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നറിയൂ. സ്നേഹയുടെ ഓരോ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ? അതെ അതെ. ഇവർക്കിപ്പോ എന്താ ഫാദർ? കയ്യിലൊരു മൊബൈൽ ഉണ്ടായിരിക്കും, മേശപ്പുറത്തൊരു ലാപ്ടോപ്പും. അതിനകത്തോട്ട് കയറിയാൽ നേരം വെളുക്കുകയാണോ ഇരുട്ടുകയാണോ, പുറത്താരെങ്കിലും ജീവനോടെ ഉണ്ടോ അവസാനിച്ചോ ഒന്നും അറിയില്ല. പണ്ടൊരു കുടിസുമുറിയിൽ ഒറ്റപ്പെട്ടു പോകുന്നവനെ ജയിലിൽപ്പെട്ടു പോയവനെന്നാ പറയുക. ഇന്ന് ആ കുടിസുമുറിയിൽ ഇരിക്കുന്നവനാണ് ലോകത്തിലെ ഏറ്റവും ഫ്രീ ആയവൻ. കാലത്തിനനുസരിച്ച് ചില സമവാക്യങ്ങളൊക്കെ മാറണം രംഗനാഥ. എന്തായാലും അച്ഛനെ മോളെയും കണ്ടത് നന്നായി. ഞാൻ തന്നെ വിളിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. എന്താ ഫാദർ? ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി അച്ഛനും മോളും വീട്ടിൽ പോയി പാചകം ചെയ്യാനും നിൽക്കണ്ട. ഉച്ചയ്ക്ക് ഉണ്ണാൻ നിങ്ങൾ എൻ്റെ താമസ സ്ഥലത്തേക്ക് വാ, അവിടെ കൂടാം, കൂട്ടത്തിൽ സംസാരിക്കുകയും ചെയ്യാം. എന്താടാ നോക്കിയിരിക്കുന്നത്? രംഗനാഥനെ ഞാൻ ക്ഷണിച്ചു. സ്നേഹയെ ക്ഷണിക്കേണ്ടത് നിന്റെ ചുമതലയാണ്. രംഗനാഥ, താനൊന്ന് വന്നേ. എന്തു പറ്റിയോ? എന്തു പറ്റാൻ? ഈ സ്ഥലം ഒട്ടും ഇഷ്ടമായില്ലേ? സ്ഥലങ്ങൾക്കല്ലല്ലോ പ്രശ്നം, ആളുകൾക്കല്ലേ. വാദിച്ച് സംസാരിക്കാനും ജയിക്കാനും തന്റെ വീട്ടിൽ വന്ന് സംസാരിക്കുന്ന പോലെയല്ല. ഇതൊരു പൊതു സ്ഥലമാണ്. ഇവിടെ നമുക്ക് തർക്കങ്ങളെങ്കിലും ഒഴിവാക്കി കൂടെ? ആയിക്കോട്ടെ. തർക്കങ്ങൾ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം സംസാരിക്കാതിരിക്കുക എന്നുള്ളതല്ലേ? സംസാരിക്കുന്നതെല്ലാം തർക്കമാണെന്ന് സ്വയം കരുതുന്നതുകൊണ്ടാ. ഈ മാനസികാവസ്ഥയൊക്കെ മാറി എന്നാ ഇനി തന്നെ ഞാൻ കാണുന്നത്. എന്റെ മാനസികാവസ്ഥ അങ്ങനെ പെട്ടെന്നൊന്നും മാറുന്നതല്ല. അത് ഡോക്ടറിന് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. ഡോക്ടറായാലും അങ്ങനെ എടുത്തു വിളിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഉറപ്പാ അകന്നു നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന്. പക്ഷെ ഞാൻ എൻ്റെ കാര്യം പറയാം. കുറച്ച് നാളായിട്ട് മതിലി മാം എന്നോട് ഒരു അകലം കാണിച്ചിരുന്നു. അതെന്തായാലും അവസാനിച്ചു. എങ്ങനെ? മാം തുടങ്ങി വെച്ചത് മാം തന്നെയാണ് അവസാനിപ്പിച്ചത്. ഇന്നലെ രാത്രി ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. ഞാൻ പതിവ് പോലെ മാഡത്തിനെ പിക്ക് ചെയ്തു, തിരിച്ച് ഡ്രോപ്പും ചെയ്തു. എന്തു പറ്റി? ഒന്നുമില്ല. വഴക്കുകൾ അവസാനിക്കട്ടെ. നിങ്ങൾ തമ്മിലുള്ള വഴക്ക് തീർത്തല്ലേ പറ്റൂ. രംഗനാഥ, കുട്ടികൾ തമ്മിലുള്ള വഴക്ക് എന്തായാലും തീരണം. അവരെ ഒന്നിച്ച് ചേർക്കുകയും വേണം. താൻ എന്തായാലും മോളെയും കൂട്ടി ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വാ. ഇടപഴകാനൊക്കെ സാഹചര്യം ഉണ്ടായാലല്ലേ മനുഷ്യന് പരസ്പരം മനസ്സിലാകും. ഞാൻ ശ്രമിക്കാം ഫാദർ. അവളുടെ രീതികൾ വെച്ച് ഓക്കേ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. താൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷമൊക്കെ എനിക്ക് മനസ്സിലാകും. കുഞ്ഞു പ്രായത്തിലൊക്കെ നമ്മൾ എത്രയോ വഴക്കിട്ടിരിക്കുന്നു. കുറച്ചു നാൾ കഴിയുമ്പോൾ അതൊക്കെ മണ്ടത്തരായിരുന്നു നമ്മൾ തിരിച്ചറിയില്ലേ? ഇതും അങ്ങനെ തന്നെയാടോ. അങ്ങനെ ആവട്ടെ ഫാദർ. താൻ ഹോസ്പിറ്റലിൽ നിന്ന് നേരിട്ടാണോ? ഇല്ല, വീട്ടിൽ നിന്നാ. നമ്മുടെ ആ കഥാപാത്രം ഉണ്ടല്ലോ, മായ മഹേശ്വരി. ഞാൻ രഞ്ജിത്തിനോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു. പാർട്ട്ണറാണ്, അതിസമ്പന്നയാണ്, വിദേശത്ത് ബിസിനസ് ഒക്കെ നടത്തുന്ന സ്ത്രീയാ. അങ്ങനെയുള്ള അറിവേ ഉള്ളൂ രഞ്ജിത്തിനും. ഞാൻ അവരെ കണ്ടടോ. എവിടെ വെച്ച്? ഹോസ്പിറ്റലിൽ വെച്ച്. തനിക്കവരെ എങ്ങനെ മനസ്സിലായി? അവരെന്റെ അടുത്ത് വന്ന് എന്നോട് സംസാരിച്ചു. വന്ന് മുന്നിലിരുന്നത് ക്രിട്ടിക്കൽ ഐസിയുയിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിന്റെ ബന്ധു എന്നുള്ള നിലയ്ക്കാ. രോഗിയുടെ വിവരങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ അവരെ എനിക്ക് പരിചയപ്പെടുത്തി. മായാ മഹേശ്വരിയിലെ മഹേശ്വരി അവരുടെ അമ്മയുടെ പേരാണത്ര. അച്ഛന്റെ പേര് കൂടെ വയ്ക്കാത്തതിന് അവരൊരു കാരണവും പറഞ്ഞു. സ്ത്രീയുടെ പവറിലാണ് അവരുടെ വിശ്വാസം എന്ന്.
എന്നിട്ട് അവര് പോയി കഴിഞ്ഞപ്പോ ഞാൻ പേഷ്യന്റിന്റെ ബന്ധുക്കളോട് സംസാരിച്ചു. മായാമഹേശ്വരി എന്നോട് പറഞ്ഞതുപോലെ അവരുടെ ക്ലോസ് റിലേഷൻ ഒന്നുമല്ല, ജസ്റ്റ് പരിചയമുള്ള ഒരു ഫാമിലി ഫ്രണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അവർ തന്റെ മുന്നിൽ വന്നത് കരുതിക്കുട്ടിയല്ലേ? എനിക്കും അങ്ങനെ ഒരു തോന്നലുണ്ട്. എന്നോട് സംസാരിക്കാൻ അവര് പ്രിപ്പയർഡാന്ന് എനിക്ക് തോന്നി. ചിലപ്പോ സാരംഗിന്റെ നിർദ്ദേശമായിരിക്കും. സാരംഗ് എന്തിനാ അങ്ങനെ പറയണം? ചുമ്മാ അറ്റ്ലീസ്റ്റ് എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റുമെന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. മായാ മഹേശ്വരി തന്നെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിലെന്തോ ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ഇത് ഒന്ന് ചോദിക്കാതെ പറ്റില്ലല്ലോ. തനിക്ക് തിരക്കില്ലല്ലോ. രഞ്ജിത്ത് ഇപ്പൊ വരും. ഞാൻ രഞ്ജിത്തിനോട് ചോദിക്കാനോ? അയാൾ തെറ്റിദ്ധരിക്കില്ലേ? രഞ്ജിത്ത് എന്നെ പോലെയല്ലേ, ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. നമുക്ക് ചോദിച്ചു നോക്കടോ. ഈ കഥാപാത്രത്തെ എന്റെ കയ്യിലൊന്ന് നേരിട്ട് കിട്ടിയാ മതി. നെല്ലും പതിരും ഞാൻ വേർതിരിച്ചു തരാം. അവരിപ്പോ എവിടെയാന്നോ എവിടെയാ തങ്ങുന്നതെന്നോ ഒന്നും നമുക്കറിയില്ലല്ലോ. നോക്കാം. ഗംഗാധര, നമുക്ക് ആ ഫാദറിനെ ഒന്ന് വിളിച്ചാലോ? അരുണിന്റെ ആ രക്ഷിതാവിനെ. വേണ്ടടോ, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു വൈദ്യനെ കൂടി ബുദ്ധിമുട്ടിക്കണ്ട. പക്ഷേ നമ്മൾ ഈ കാര്യം ഫാദറിനെ അറിയിച്ചല്ലേ പറ്റൂ. മൈഥിലി ഒരിക്കലും അരുണിനോട് ഇക്കാര്യം പറയില്ല. ഇന്നിപ്പോ കണ്ടില്ലേ ആ കുട്ടി നമ്മളോട് പറഞ്ഞത്? ആ സ്വാതന്ത്ര്യം ഇവിടെ ഉള്ളവരോട് അവൻ കാണിക്കാൻ ശ്രമിക്കും. പക്ഷേ യാമി മോളുടെയും സാരംഗിന്റെയും ഒന്നും പ്രതികരണം നന്നാവില്ല. അപ്പൊ പിന്നെ എന്താ സംഭവിക്കുക? വാക്കുകൾ കൊണ്ടുള്ള വഴക്ക് കഴിഞ്ഞിട്ട് കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകാൻ പാടില്ലല്ലോ. നമ്മൾ പറഞ്ഞേ പറ്റൂ. അത് ബോധ്യപ്പെട്ട് അയാൾ അല്പം അകലം പാലിക്കുന്നുണ്ടെങ്കിൽ പാലിക്കട്ടെ. ക്രൂരതയാണ് നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം. അനാഥാലയത്തിൽ വളർന്ന ഒരുത്തൻ, നിറമുള്ള സ്വപ്നങ്ങൾ പോലും കണ്ടിട്ടില്ലാത്ത ഒരാൾ നമ്മളെയൊക്കെ കാണുമ്പോൾ, നമ്മളോട് സംസാരിക്കുമ്പോൾ അവന്റെ ആ വിനയം കണ്ടില്ലേ? സ്വന്തം അച്ഛനമ്മമാരോട് മക്കൾ ഇങ്ങനെ വേണം പെരുമാറാൻ. അതല്ലേ അരുൺ നമുക്ക് കാണിച്ചു തരുന്നത്. അറിയാം, കണ്ട നാൾ മുതൽ അവനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. പക്ഷെ എന്താ ചെയ്യാ? ജഗന്നാഥ, സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയാണ് അവൻ മൈഥിലിയോട് പെരുമാറുന്നത്. അതെ. സാരംഗിന്റെ വായിൽ നിന്നും വീണുപോയ ഒരു വാക്ക് എങ്ങനെ അവനെ ബാധിക്കുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. ചില കുട്ടികൾ അങ്ങനെയാണ്. കാണുമ്പോൾ ഒരു ഒറ്റ ആള് എന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷേ മനസ്സ് ദുർബലമാണ്. അരുണിന്റെ കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ട, അത് അങ്ങനെ തന്നെയാണ്. സാരംഗിന്റെ രീതികൾ ഞങ്ങൾക്കൊന്നുകൂടി നന്നായിട്ടറിയാം. അവൻ ഒരാളെ ശത്രുവായിട്ട് തോന്നിയ അയാളെ നശിപ്പിക്കണമെന്ന് ചിന്തിക്കും. ആരെങ്കിലുമൊക്കെ നമ്മളൊക്കെ പെരുമാറുന്ന വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അതിലെത്ര പേര് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, എത്ര പേര് ശത്രുക്കളുണ്ടെന്ന് നമ്മൾ ചിന്തിക്കാറില്ലല്ലോ. അരുണിനോട് സാരംഗ് എന്തെങ്കിലും ശത്രുത കാണിച്ചാൽ അയാളുടെ നിലയിൽ അത് നേരിടട്ടെ, അല്ലാതെ എന്ത് ചെയ്യാൻ? ആയിക്കോട്ടെ, പക്ഷേ ഒരു സൂചന നമുക്ക് കൊടുക്കാം. ഫാദറിനോട് നമുക്ക് പറയാം. ഫാദർ ഏത് രീതിയിൽ വേണമെങ്കിലും അരുണിന്റെ മുമ്പിൽ അത് അവതരിപ്പിക്കട്ടെ. പാപമാണ്, അതറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാം. താൻ കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്കുക. രഞ്ജിത്ത് വന്നിട്ട് പോകാമെന്ന് കരുതി ഞാൻ നിർബന്ധിച്ചിരുത്തിയതാ. ഇന്നലെ രാത്രി നിങ്ങളുടെ കമ്പനി പാർട്ട്ണർ മായാ മഹേശ്വരി മൈഥിലി കണ്ടു. മൈഥിലി അവരെ കണ്ടോ? കണ്ടു. അതിലെ രസം എന്താണെന്നറിയോ? അവൾ കരുതിക്കൂട്ടി മൈഥിലിയുടെ മുമ്പിൽ ചെന്നതാ, ഒരു രോഗിയുടെ കാര്യം അന്വേഷിക്കാനെന്നും പറഞ്ഞിട്ട്. നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന മായാ മഹേശ്വരി തന്നെയാണോ അത്? അവർക്ക് എന്നെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയാം. അപ്പൊ പിന്നെ വേറെ ആരാവാനാ? രഞ്ജിത്തെ, ഓഫീസ് കാര്യങ്ങൾ എന്നോട് പറയുമ്പോ
താൻ ചിലത് മറച്ചു വെക്കാറുണ്ട്. അതിന്ന് തുടങ്ങിയതല്ല, മുൻപേ ഉണ്ട്. ഈ മായ മഹേശ്വരുടെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും മറച്ചു പിടിക്കുന്നുണ്ടോ? തനിക്ക് വേറെ പണിയൊന്നുമില്ലേ? അല്ല, രഞ്ജിത്തിനറിയാം. അനാമിക, താൻ ചുമ്മാതിരിക്കെ. മൈഥിലിയെ കാണാൻ മായ മഹേശ്വരി പോയിട്ടുണ്ടെങ്കിൽ അത് സാരംഗിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ്. അക്കാര്യം സാരംഗ് രഞ്ജിത്തിനോട് സംസാരിക്കാതിരിക്കില്ല. ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ കള്ളം പറയുന്നവനായോ? എടോ, ഞാൻ അവരെ കുറിച്ച് എന്തെങ്കിലും മറച്ചു പിടിച്ചിട്ട് എനിക്കെന്താ? അവരെന്റെ ആരാ? നിങ്ങൾ തമ്മിൽ ഇനി ഇതിന്റെ പേരിൽ വഴക്കിടണ്ട. അവരുടെ ഉദ്ദേശം എന്താണോ അത് നടക്കട്ടെ. എന്തായാലും ഞാൻ ഇറങ്ങാം. വരട്ടെ രഞ്ജിത്ത്. മൈഥിലി ഇപ്പൊ തന്നെ പടുകുഴിയിൽ നിൽക്കുക. ഇതിൽ കൂടുതൽ അവളെ ദ്രോഹിക്കരുത്. മൈഥിലിയെ പടുകുഴിയിൽ തള്ളിയിട്ട് ഞാനാണോ? നോക്കൂ രഞ്ജിത്ത് സാരംഗിന്റെ കമ്പനിയിൽ ജോലിക്ക് പോകുമ്പോ ഞാൻ കരുതിയത് സാരംഗിന്റെ മനസ്സിലിരിപ്പ് എന്താണോ അത് നമുക്കെല്ലാവർക്കും അറിയാൻ പറ്റൂന്നാ. എന്ന് വെച്ചാ സാരംഗ് സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കണം, എന്നിട്ട് ഇവിടെ വന്ന് നിങ്ങളുടെ മുന്നിൽ അത് പറയണം. വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിന് വേണ്ടി അങ്ങനെ ചെയ്താലും തെറ്റില്ല. ഞാൻ ചെയ്യുന്ന ജോലിയോടെ എനിക്കൊരു കൂറുണ്ട്. അത് സിൻസിയർ ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അതിൽ കൂടുതലൊന്നും എന്നെ ഏൽപ്പിക്കണ്ട. അത് ബുദ്ധിമുട്ടാവും. പൂർണ്ണമായിട്ടും സാരംഗിന്റെ അടിമയായി തുടങ്ങിയോ മാനേജറെ? ആ, ഇതാണ് കുഴപ്പം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഉടനെ അടിമ. ഒരു കാര്യം ചെയ്യ്, സാരംഗിന്റെ ഓഫീസിനെ കുറിച്ചും സാരംഗിനെയും കുറിച്ചുള്ള ഡിസ്കഷൻ നമുക്കങ്ങ് അവസാനിപ്പിച്ചേക്കാം. അതാ നമുക്കിടയിൽ നല്ലത്. അതെ, കുറെ നാൾ കഴിയുമ്പോ സാരംഗിന് വേണ്ടി മൈഥിലിയെ ദ്രോഹിക്കുന്നതും ഇനി രഞ്ജിത്തായിരിക്കും. അങ്ങനെ മാറുമോ? എന്റെ എല്ലാ ID കാർഡും തന്റെ അടുത്തുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ ഒന്നുകൂടി അതെടുത്ത് നോക്കിയാൽ മതി. കുടുംബത്തിൽ പിറക്കാത്ത ഒരു പണിയും രഞ്ജിത്ത് കാണിക്കില്ല. ശമ്പളം തരുന്ന സ്ഥാപനത്തോടും അതിന്റെ ഉടമയോടും കൂറ് കാണിക്കുന്നതിന് താൻ ഇനി എന്ത് പേരിട്ട് വിളിച്ചാലും എനിക്കതൊരു വിഷയമല്ല. മനസ്സിലായോ? ആ മോളെ, നമുക്ക് പോണ്ടേ? എങ്ങോട്ട്? ഫാദറിന്റെ അടുത്തേക്ക്. നമ്മളെ ക്ഷണിച്ച് നീ കേട്ടതല്ലേ? കേട്ടു. ക്ഷണിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പോണമെന്നില്ലല്ലോ. ആ, അങ്ങനെ ഒഴിവാക്കാൻ പറ്റിയവരാണോ ഫാദർ വരണം? അവര് നമ്മളെ പ്രതീക്ഷിക്കും. എനിക്ക് എങ്ങോട്ടും പോവാൻ തോന്നില്ല. അച്ഛൻ വേണമെങ്കിൽ പോയി വന്നോളൂ. ഷോ, അതെങ്ങനെ ശരിയാവുന്നത്? നമ്മളോട് രണ്ടുപേരോട് ഒരുമിച്ച് ചെല്ലാനല്ലേ പറഞ്ഞത്? എനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞാ മതി. അവരത് വിശ്വസിക്കില്ല. വിശ്വസിക്കണ്ട. അല്ല, ഇപ്പൊ ഒരു ഉച്ചയൂണ് മുടങ്ങുന്നോണ്ട് അച്ഛനെന്താ പ്രയാസം? അധികം ബന്ധമില്ലാത്ത ഒരിടത്ത് ഒരു സദ്യ ചെന്നിരിക്കുന്ന പോലെയോ ഒരു ഹോട്ടലിൽ ഊണ് കഴിക്കാൻ കയറിയിരിക്കുന്ന പോലെ അല്ല ഫാദറിന്റെ വീട്ടിൽ പോയിരിക്കുന്നത്. അത് ഹൃദയത്തിൽ നിന്നുള്ള ക്ഷണമാ. എന്തായാലും ഞാനില്ല. സ്നേഹ, അച്ഛൻ ഇക്കാര്യം പറഞ്ഞ് എന്നോട് തർക്കിക്കാനാണോ ഉദ്ദേശം? ഇപ്പൊ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും നമ്മൾ വല്ലാതെ തർക്കിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു കാര്യത്തിലും നിന്നോട് തർക്കിക്കാത്ത ആളായിരുന്നു ഞാൻ. ഇപ്പൊ തർക്കിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നീയല്ലേ? അച്ഛൻ അച്ഛന്റെ ജീവിതം സെൽഫ് ഡിസൈൻ ചെയ്യുന്നതാ. അച്ഛൻ അത് പറഞ്ഞിട്ടുണ്ട്, എനിക്കത് തോന്നിയിട്ടുമുണ്ട്. അന്ന് ചുറ്റുമുള്ളവര് പലരും ഉപദേശിച്ചിട്ടില്ലേ, വഴക്ക് പറഞ്ഞിട്ടില്ലേ? അച്ഛൻ അത് കേട്ടോ? അച്ഛൻ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ആ സ്വാതന്ത്ര്യം എനിക്കില്ലേ എന്റെ ജീവിതം ഡിസൈൻ ചെയ്യാൻ? ഉപമ പറഞ്ഞ് നിനക്ക് എന്നെ തോൽപ്പിക്കാം, പക്ഷെ യാഥാർത്ഥ്യം അച്ഛൻ അറിയില്ല. അറിയുമ്പോ അച്ഛന്റെ പ്രതികരണം ഇങ്ങനെ ആയിരിക്കില്ല. മോളെ, ഇപ്പൊ ഇതിൽ കൂടുതൽ തർക്കിക്കണ്ട അച്ഛാ. നമ്മൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തീരെ മിണ്ടാതാവും. യാമി, എന്തിനാ ജോയോടൊപ്പം വഴക്കിന് പോയത്? അവൻ സ്കൂളിന്റെ ബാക്കില് മിസ്സിന്റെ പടം വരയ്ക്കുന്ന നീ കണ്ടോ? കണ്ടതുകൊണ്ടാ ഞാൻ പറഞ്ഞ. വേറുള്ള ആൺകുട്ടികള് എന്തൊക്കെയോ വരച്ചു കൂട്ടുന്നത് കണ്ടല്ലോ. എന്നിട്ട് നീ എന്താ ഒന്നും പറയാത്തത്? ഇവളും ജോയും തമ്മിലേ മുട്ടം വഴക്കാ. യാമി, പണ്ട് നീ തല്ലിയതിന്റെ ദേഷ്യം അവനിൽ കിടപ്പുണ്ട്.
വെറുതെ അവന്റെ ദേഷ്യം കൂട്ടണ്ട. അവന് ദേഷ്യം വന്നാ പിടിച്ചു വീഴുങ്ങോ? പ്രിൻസിപ്പളെ വിളിക്കട്ടെ, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. കഴിഞ്ഞ ആഴ്ച സെന്റ് മേരീസിലെ ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ കോമ്പസ് കൊണ്ട് കുത്തി. വലിയ ബഹളമായിരുന്നു. ആമ്പിള്ളേര് പലതും കാണിക്കും, അവരുടെ ഫ്രണ്ട്സും കണക്കാം. എന്നോട് മമ്മി പറഞ്ഞിട്ടുണ്ട് അവര് കാണിക്കുന്ന ഒന്നും കാണാൻ നിക്കണ്ടാന്നു, അവരോടൊന്നും മിണ്ടാനും നിക്കണ്ടാന്നു. ആൺകുട്ടികളും നമ്മൾ തമ്മിൽ എന്താ എത്ര വ്യത്യാസം? നമ്മളിപ്പോ മുതിർന്ന കുട്ടികളാ, നമ്മളെന്തിനാ പേടിച്ചോടുന്നത്? ഇങ്ങോട്ട് തുറച്ചു നോക്കിയാ അങ്ങോട്ടും തുറച്ചു നോക്കണം, ഇങ്ങോട്ട് തല്ലിയാ അങ്ങോട്ടും തല്ലണം. അതിനൊരു കുഴപ്പമില്ല. ഞാൻ മിസ്സിന്റെ പടം വരയ്ക്കുന്നത് നീ കണ്ടോ? നിക്കടി, പറഞ്ഞിട്ട് പോയാ മതി. കണ്ടു. കണ്ടെങ്കിൽ കണക്കായി പോയി. പ്രിൻസിപ്പാൾ വിളിക്കുമ്പോഴും ചെന്ന് പറയാൻ ഉദ്ദേശമുണ്ടോ നിനക്ക്? പറയും. ഓ, ടീച്ചേഴ്സിന്റെ പെറ്റാവാൻ ശ്രമിക്കുമായിരിക്കും അല്ലേ? എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നല്ല സ്റ്റുഡന്റ് ആവാൻ എനിക്കറിയാം. നമ്മൾ തമ്മിൽ ഒരു കടം ബാക്കിയുണ്ട്. അത് വീട്ടണോ? ഇപ്പൊ തന്നെ വീട്ടണോ? ജോ, ഇവക്ക് ഭ്രാന്ത. നീ വന്നേ. ഇവൾ ഈ സ്കൂളിൽ വന്ന് ഷോ കാണിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ നിങ്ങക്ക്? ഇവളുടെ വീട്ടിലെ മുട്ടം വഴക്കാന്നേ. നീ എന്തിനാണ് എന്റെ വീട്ടിലെ കാര്യം പറഞ്ഞേ? നീ വലിയ സംഭവല്ലേ, എല്ലാവരും അറിയട്ടെ. ഷാരോണേ, നീ എവിടെയെങ്കിലും സെപ്പറേറ്റ് ആയ അച്ഛനും അമ്മയും ഒന്നിച്ച് താമസിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്നാ ഇവളുടെ വീട്ടിൽ അങ്ങനെയാ. ഇവളുടെ അച്ഛനും അമ്മയും തമ്മിൽ സെപ്പറേറ്റാ, എന്നാലും ഒന്നിച്ചാ താമസം. നീ കേട്ടിട്ടില്ലേ അങ്ങനെയുള്ള കുട്ടികൾക്ക് അല്പം ഈഗോ കൂടുവെന്ന്? ഇവൾ ആ ഈഗോയാ കാണിക്കുന്നത്. ജോ, നീ എന്റെ ഫാമിലിയെ കുറിച്ച് പറയരുത്. പറഞ്ഞാൽ എന്താടി? നിന്റെ വീട്ടുകാരെ ഒന്ന് ചോദിക്കോ? ഇനി എന്നെ ക്ലാസ്സിൽ നാണം കടത്തിയാലുണ്ടല്ലോ, എന്റെ പപ്പയും അമ്മയും പറഞ്ഞു തന്നിട്ടുള്ള കഥകളുണ്ട്, അതും കൂടി ഞാൻ എല്ലാവരോടും പറയും. വാടാ. അവൻ പറഞ്ഞത് ശരിയാണോ യാമി? നിന്റെ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആണോ? എന്നിട്ട് നീ ഇതുവരെ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. അതെ, എന്റെ അച്ഛനും അമ്മയും സെപ്പറേറ്റാ. ഞാൻ എന്തിനാ നിങ്ങളോട് പറയുന്നത്? എന്റെ അച്ഛനും അമ്മയും മാത്രമല്ല, ഒരുപാട് പേര് സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുന്നുണ്ട്. എനിക്ക് എന്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ. കൂടെ കൂടാ നാണക്കേടാണെങ്കിലേ കൂടണ്ട. എന്താ സാറങ്, എന്താ വിളിപ്പിച്ചത്? താനിരിക്കെ. സാരംഗ് പറഞ്ഞ അഹമ്മദാബാദ് ടീമുണ്ടല്ലോ, അവരുടെ വിസിറ്റ് ഉണ്ട് നാളെ. രഞ്ജിത്ത് പ്ലീസ്, നമുക്കിടയിൽ ഇപ്പൊ ബിസിനസ് വേണ്ട. ഞാൻ അല്പം പേഴ്സണൽ കാര്യങ്ങൾ തന്നോട് ഡിസ്കസ് ചെയ്യാന്ന് കരുതി വിളിച്ചതാ. എന്താ? താനും അനാമികയൊക്കെ എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തുന്ന കാര്യ. മൈഥിലിയുടെ കാര്യം, അരുണിന്റെ കാര്യം. അതിലൊരുപാട് സംസാരിക്കാനൊന്നുമില്ലല്ലോ സാരംഗ്. തനിക്കൊരു വൃത്തികെട്ട സംശയം മനസ്സിൽ വന്നു. താൻ എപ്പോ മുതൽ അത് തിരുത്തുന്നോ അപ്പൊ മുതല് താന് സേഫായിരിക്കും, തന്റെ കുടുംബവും സേഫായിരിക്കും. രഞ്ജിത്ത്, അനാമിക ആത്മഹത്യക്ക് ശ്രമിച്ച ദിവസം പാതിരാത്രി കഴിഞ്ഞ് താൻ എന്റെ മുമ്പിൽ വന്നിരുന്നു, ഓർമ്മയുണ്ടോ? അന്ന് തന്റെ മനസ്സിൽ ഒരു സംശയം ഉണ്ടായിരുന്നു, എന്നെയും അനാമികയും ചേർത്ത്. ആ ഒരു തോന്നലില് രഞ്ജിത്ത് എന്ന ഭർത്താവ് എത്ര പൊള്ളിക്കാണും, എത്ര ദഹിച്ചു കാണും ഒന്ന് പറയാവോ? അത് പിന്നെ എടോ, വിവാഹിതരായ പുരുഷന്മാർക്ക് യഥാർത്ഥ അളവ് പോലെ അവരുടെ ഭാര്യമാര്. അനാമിക എവിടെയെങ്കിലും മോശമായിട്ട് പെരുമാറിയാൽ അത് രഞ്ജിത്തിനെ തന്നെയാണ് ബാധിക്കുന്നത്, അല്ലേ? മറിച്ച് അനാമിക എത്ര ഹൃദ്യമായി പെരുമാറുന്നോ അത് കാണുന്നവരിൽ തന്നെ കുറിച്ചുള്ള മതിപ്പ് കൂടുകയും ചെയ്യും. എന്താ ശരിയല്ലേ? അത് ശരിയാണ്. എടോ, എന്റെ കൂടെ കിടന്നുറങ്ങുന്ന എന്റെ ഭാര്യ രാത്രി 2 മണിക്കും 3 മണിക്കും ഒരാളെ ഫോൺ ചെയ്യുന്നു. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. അയാളുടെ വസ്ത്രത്തിന്റെ നിറം, അയാൾ എങ്ങനെ മുടി ചെയ്യണം, അതൊക്കെയാണ് അവരുടെ ഡിസ്കഷൻ. എടോ, അത് അരുൺ മൈഥിലിയോടുള്ള ഫ്രീഡം കൊണ്ട് ചോദിക്കുന്നതാ. അതിന് താൻ വേറെ അർത്ഥം കാണണ്ട. എന്നെ മൈഥിലി അവോയ്ഡ് ചെയ്ത് തുടങ്ങിയ അത് ഞാൻ തിരിച്ചറിയില്ലേ? അതോ അതും ഞാൻ കണ്ടില്ല എന്ന് നടിക്കണോ? മൈഥിലിയുടെ മനസ്സിൽ നല്ല രീതിയിൽ ഞാനില്ല. ആർത്തി മൂത്ത ഒരു ബിസിനസ്സുകാരൻ, സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നവൻ, ആരെയും വെട്ടി വീഴ്ത്താൻ മടിയില്ലാത്തവൻ. അങ്ങനെ ചില വിശേഷണങ്ങളാണ് എന്നെക്കുറിച്ച് മൈഥിലിയുടെ മനസ്സിൽ. എന്തോ എനിക്കത് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റുന്നില്ല. മൈഥിലി പക്വതയുള്ള സ്ത്രീയ, ആരെ എങ്ങനെ കാണണം, വിലയിരുത്തണമെന്ന് കൃത്യമായിട്ട് അറിയാം. ഓക്കെ,
ഞങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിൽ ഏറ്റവും കൂടുതൽ അരുണിനെ കുറിച്ചുള്ള ചർച്ച വന്നാൽ ഞാൻ എന്താ കരുതേണ്ടത്? എടോ അത് ഞാൻ തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ മുഴുവൻ രഞ്ജിത്തിനോട് ഞാൻ പറഞ്ഞില്ല. വേണമെങ്കിൽ എനിക്ക് ജയിക്കാനായിട്ട് അത് ഉപയോഗിക്കാം. പക്ഷെ ഞാൻ പറയേണ്ടത് എൻ്റെ കുടുംബത്തെക്കുറിച്ച് തന്നെയാണ്, എൻ്റെ ഭാര്യയെക്കുറിച്ച്. അവർ തമ്മിലൊരു സ്ട്രോങ് റിലേഷനുണ്ട്. അതിന് അവർ ചില പേരുകളും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ പറയാൻ. ഒന്നും എൻ്റെ സംശയങ്ങളല്ല, എല്ലാം ഉറപ്പുകളാ. മൈഥിലിയോട് നേരിട്ട് സംസാരിക്കാൻ പാടില്ല തനിക്ക്? നേരിട്ട് സംസാരിക്കാം, പക്ഷെ അരുണിന്റെ പേര് ഞാൻ പറയുന്ന നിമിഷം മൈഥിലിയുടെ നിറം മാറും, സംസാരത്തിന്റെ രീതി മാറും. ഞാൻ സംസാരിക്കില്ല. ചിലപ്പോൾ ചില കാര്യങ്ങൾ ഷെയർ ചെയ്താൽ മനസ്സിനൊരു സമാധാനം കിട്ടുമെന്ന് പറയാറില്ല, അതുപോലെയാണ്. സാരംഗ്, കുടുംബസങ്കല്പങ്ങളെക്കുറിച്ച് മൈഥിലി നല്ല വാക്കുകളിൽ പറയുമ്പോൾ അത് കേട്ടു നിൽക്കാൻ ആളുകളുണ്ട്. പക്ഷെ എൻ്റെ കുടുംബത്തെക്കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളുണ്ടായിരുന്നു. അത് തകർത്തു, പരിപൂർണമായിട്ടും തകർത്തു. ഒറ്റപ്പെട്ടത് മൈഥിലി അല്ലടോ, ഞാനാ. താൻ ചെല്ല്.